പ്രിയ കുട്ടികളെ നമസ്കാരം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ മാത്സ് ഒന്നാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണികൾ അരിത്മെറ്റിക് സീക്വൻസസ് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 27 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. പദബന്ധങ്ങൾ ടേം കണക്ഷൻസ് എന്ന പാഠഭാഗത്തെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കാണുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ 2 ആശയങ്ങൾ നമുക്കൊന്നും കൂടെ ഓർക്കേണ്ടതുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. ഒന്നിൽ തുടങ്ങുന്ന 2 പൊതുവ്യത്യാസമായിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയുടെ 7 പദങ്ങളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ 7 പദങ്ങളുടെ മധ്യപദം മിഡിൽ ടേം എന്ന് പറയുന്നത് 4ാമത്തെ പദമായ ഈ 7 ആണ്. ഈ 7ന് തുല്യ അകലത്തിൽ മുന്നിലേക്കും പിന്നിലേക്കുമുള്ള പദങ്ങളുടെ തുക ഈ മധ്യപദത്തിൻ്റെ ഇരട്ടിയായിരിക്കും, ട്വൈസ് ആയിരിക്കും എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആശയം. അതായത് ഒരു സ്ഥാനം പിന്നിലേക്ക് നീങ്ങിയിട്ടുള്ള 5ഉം ഒരു സ്ഥാനം വലതുവശത്തേക്ക് നീങ്ങിയിട്ടുള്ള ഈ 9ഉം 5 + 9 എന്ന് പറയുന്നത് 14 ആണ്. ഈ 14 എന്നുള്ളത് ഈ മധ്യപദത്തിൻ്റെ ട്വൈസ് ആണ്. 2 × 7 ആണ് 14. അതേപോലെ 7ൻ്റെ 2 സ്ഥാനം പിന്നിലേക്ക് നീങ്ങിയിട്ടുള്ള 3ഉം 2 സ്ഥാനം വലതുവശത്തേക്ക് നീങ്ങിയിട്ടുള്ള 11ഉം ഇവയുടെ തുക എന്ന് പറയുന്നതും 3 + 11 ആണ് = 14. അതായത് ഈ മധ്യപദത്തിൻ്റെ ട്വൈസ് ആണ്. ഒന്നാമത്തെ ആശയം അതായിരുന്നു, ഒരു മധ്യപദത്തിൻ്റെ 2 മടങ്ങായിരിക്കും ആ മധ്യപദത്തിൽ നിന്ന് മുന്നിലേക്കും പിന്നിലേക്കും തുല്യ അകലത്തിലുള്ള പദങ്ങളുടെ തുക. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞത്, ഇതിൽ ഈ 3 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇവിടെ മധ്യപദം എന്നുള്ളത് 7 ആണ്. പദങ്ങളുടെ എണ്ണം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 3 എണ്ണമായിട്ടാണ്. 1 2 3. അപ്പോൾ 7 × 3 = 21. അതേപോലെ നമ്മൾ 5 പദം എടുക്കുകയാണെങ്കിൽ 1 2 3 4 5 പദം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മധ്യപദം 7 തന്നെയാണ്. അപ്പോൾ ഈ 5 പദങ്ങളുടെയും തുക മധ്യപദം ഇൻറ്റു മിഡിൽ ടേം ഇൻറ്റു ഈ പദങ്ങളുടെ എണ്ണമായ 5 = 35. ഈ 2 ആശയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതുപയോഗിച്ചാണ് ഇന്നത്തെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 3 അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ദ സം ഓഫ് ദ ഫസ്റ്റ് 7 ടേം ആസ് 70. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 ആകുന്ന 3 സമാന്തര ശ്രേണികൾ എഴുതുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. 7 പദങ്ങളുടെ തുക 70 ആകുന്ന 3 സമാന്തര ശ്രേണികൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ 7 പദങ്ങളും നമുക്കറിയില്ല. അപ്പോൾ 1 2 3 4 5 6 7 പദങ്ങൾ, ഇവയുടെ തുകയാണ് നമുക്ക് 70 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ സമാന്തര ശ്രേണിയുടെ തുക നമ്മൾ കാണുന്നത് അതിൻ്റെ മിഡിൽ ടേം ഇൻറ്റു ഈ പദങ്ങളുടെ എണ്ണം. അപ്പോൾ ഇവിടെ 1 2 3 4 ഇതാണ് ഈ 4th ടേം. ഇതാണ് മധ്യപദം മിഡിൽ ടേം. ഇതിൻ്റെ ഇടതുവശത്തും 3 പദങ്ങളുണ്ട്, വലതുവശത്തും 3 പദങ്ങളുണ്ട്. അപ്പോൾ ആകെ പദങ്ങളുടെ തുകയായ 70 കിട്ടാൻ ഈ മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ രണ്ടാമത്തെ ആശയം. അതായത് 4ാം പദം ഇൻറ്റു 7 ആണ് 70. അതിൽ നിന്ന് നമുക്ക് 4ാം പദം എന്നുള്ളത് 70. ഈ 7നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഗുണനാണ്, ഇവിടെ ഹരണം 7 = 7. ഇതിൽ 10 പ്രാവശ്യം. അങ്ങനെ നമുക്ക് 4ാം പദം = 10 എന്ന് കിട്ടും. അതായത് ഈ പദം 10 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ നമുക്ക് പൊതുവ്യത്യാസം 1 2 3 അങ്ങനെ പൊതുവ്യത്യാസം നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുത്ത് ഇതിൽ നിന്ന് സമാന്തര ശ്രേണികൾ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ D = 1 ആയാൽ D 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വലതുവശത്തേക്ക് പോകുമ്പോൾ ഓരോ 1കൾ കൂട്ടി പോകണം, ഇടതുവശത്തേക്ക് ഓരോ 1കൾ കുറച്ചാൽ മതി. അപ്പോൾ 10 ആണെങ്കിൽ അടുത്തത് 11, അടുത്തത് 12, അടുത്തത് 13. ഓരോ പൊതുവ്യത്യാസം 1 കൂട്ടി കൂട്ടി പോയാൽ മതി. ഇതിൻ്റെ ഇടതുവശത്തേക്ക് 9 8 7. ഈ പദങ്ങളുടെ എല്ലാം തുക 70 ആയിരിക്കും. കാരണം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണമാണ് തുക. ഒരു ശ്രേണി കിട്ടി. 7 8 9 10 11 12 13. ഇനി D നമുക്ക് 2 ആയിട്ട് എടുത്താൽ മധ്യപദം 10 തന്നെ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളത് 2 പൊതുവ്യത്യാസം കൂട്ടി പോവുക. 12, അടുത്തത് 14, അടുത്തത് 16. ഇടതുവശത്തേക്ക് 2 കുറച്ച് പോകണം. അപ്പോൾ 8 6 4. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ. അപ്പോൾ ഇതാണ് ഇതിൽ മധ്യപദം. ഇവിടെ മധ്യപദം 10 ആണ്. ഇനി D = 3 എടുത്താൽ മധ്യപദം 10 തന്നെ. 3 കൂട്ടി കൂട്ടി പോവുക. വലതുവശത്തേക്ക് പോകുമ്പോൾ 13 16 19. ഇടതുവശത്തേക്ക് 3 കുറയ്ക്കണം. 10ൽ നിന്ന് 3 പോയാൽ 7. വീണ്ടും ഒരു 3 കൂടെ കുറച്ചാൽ 4. വീണ്ടും ഒരു 3 കൂടെ കുറച്ചാൽ 1.
ഇതാണ് നമ്മുടെ 3 സമാന്തര ശ്രേണികൾ. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 വരുന്നത്. ഇനി ഇതിൽ നിന്ന് പൊതുവ്യത്യാസം മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും കുറേ സമാന്തര ശ്രേണികൾ കണ്ടെത്താമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The sum of the first 3 terms of an arithmetic sequence is 30 and the sum of the first 7 term is 140. What is the second term of the sequence? What is the fourth term of the sequence? What are the first 3 terms of the sequence? ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30ഉം ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140ഉമാണ്. ശ്രേണിയിലെ രണ്ടാം പദം എന്താണ്? ശ്രേണിയിലെ നാലാം പദം എന്താണ്? ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30, ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140. രണ്ടാം പദം കാണുക, അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ പദങ്ങളൊന്നും തന്നെ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 പദങ്ങളുണ്ട്. ആദ്യത്തെ 3 പദങ്ങളുടെ തുകയാണ് 30 എന്ന് തന്നിരിക്കുന്നത്. അതായത് ഈ 3 പദങ്ങളുടെ തുകയാണ് 30 എന്നുള്ളത്. അപ്പോൾ ഇത് ഒന്നാം പദമാണ്, ഇത് 1, ഇത് രണ്ടാമത്തെ പദമാണ് 3, 4, 5, 6, ഇത് ഏഴാമത്തെ പദമാണ്. അപ്പോൾ ഈ 3 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ഈ 3 പദങ്ങളുടെ മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. അപ്പോൾ ഈ 3 പദങ്ങളുടെ മിഡിൽ ടേം എന്ന് പറയുന്നത് രണ്ടാമത്തെ പദമാണ്. അപ്പോൾ രണ്ടാം പദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം 3 ആണ്, ഇൻറ്റു 3 സമം 30. ഇതാണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് രണ്ടാം പദം സമം 30, ഈ 3 ഗുണനാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഹരണം, സമം 10. ഇതിൽ നിന്ന് ഈ രണ്ടാമത്തെ പദം നമുക്ക് 10 എന്ന് കിട്ടി. അടുത്തത് തന്നിട്ടുള്ളത് ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140. അതായത് ഈ 7 പദങ്ങളുടെയും തുകയാണ് 140 എന്ന് തന്നിട്ടുള്ളത്. ഈ 7 പദങ്ങളുടെ മധ്യപദം എന്ന് പറയുന്നത് നാലാമത്തെ പദമാണ്. ഈ പദമാണ് മധ്യപദം. അപ്പോൾ ഈ 7 പദങ്ങളുടെ തുക കാണാൻ മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണമായ 7 ആണ്. അപ്പോൾ മധ്യപദം 4 ആണ്. അപ്പോൾ നാലാം പദം ഇൻറ്റു 7 ആണ് 140. അതിൽ നിന്ന് നാലാം പദം സമം 140, 7 ഇങ്ങോട്ട് വരുമ്പോൾ ഹരണം, സമം 20. രണ്ടാം പദമാണ് 10, നാലാം പദമാണ് 20. അപ്പോൾ രണ്ടാം പദത്തിൽ നിന്ന് നാലാം പദത്തിലേക്കുള്ള സ്ഥാനമാറ്റം എത്ര പൊതുവ്യത്യാസമാണ് കൂട്ടുക? 2 പൊതുവ്യത്യാസമാണ് കൂട്ടിയിട്ടുണ്ടാവുക. അതായത് 2ൽ നിന്ന് 4ലേക്കുള്ള സ്ഥാനമാറ്റത്തിൽ 4 - 2 സമം 2 പൊതുവ്യത്യാസമാണ് അവിടെ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ രണ്ടാം പദത്തിൻ്റെ കൂടെ 2 പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് നാലാം പദം കിട്ടുന്നത്. രണ്ടാം പദം പ്ലസ് 2 പൊതുവ്യത്യാസമാണ് നാലാം പദം. അതായത് രണ്ടാം പദം എന്നുള്ളത് 10 ആണ്, പ്ലസ് പൊതുവ്യത്യാസം നമുക്കറിയില്ല 2D സമം നാലാം പദം എന്നുള്ളത് 20 ആണ്. അപ്പോൾ ഇതിൽ രണ്ടാം പദവും നാലാം പദവുമാണ് നമുക്കറിയുക, പൊതുവ്യത്യാസം അറിയില്ല. അത് കാണാനാണ് രണ്ടാം പദത്തിൻ്റെ കൂടെ 2 പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് നാലാം പദം കിട്ടുന്നത്. അപ്പോൾ അറിയുന്ന വിലകൾ കൊടുക്കുക. രണ്ടാം പദം 10 ആണ്, നാലാം പദം 20 ആണ്. അതിൽ നിന്ന് 2D എന്ന് പറയുന്നത് 20, 10 ഇങ്ങോട്ട് വരുമ്പോൾ -10 സമം 10. അപ്പോൾ 2D സമം 10. അതിൽ നിന്ന് D സമം 10/2 സമം 5. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം 5 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ രണ്ടാം പദമാണ് നമുക്ക് കിട്ടിയത്. ഇത് അതിൽ സബ് ക്വസ്റ്റ്യനായ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാലാം പദം എന്നുള്ളത് 20. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ശ്രേണി സീക്വൻസ് കാണാം. രണ്ടാമത്തെ പദം 10 എന്നറിയാം. അതിൽ നിന്ന് ഒരു പൊതുവ്യത്യാസം, ഒരു കോമൺ ഡിഫറൻസ് കുറച്ചാൽ നമുക്ക് ഒന്നാമത്തെ പദം കിട്ടും. അപ്പോൾ ഒന്നാം പദം സമം രണ്ടാം പദം മൈനസ് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം. രണ്ടാം പദം 10 ആണ്, 10 - 5 സമം 5. അപ്പോൾ ആദ്യത്തെ പദം 5, രണ്ടാമത്തെ പദം 10, പൊതുവ്യത്യാസം 5 ആയതുകൊണ്ട് മൂന്നാമത്തെ പദം 15 എക്സെട്ര. അപ്പോൾ ഈ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ 5, 10, 15 എക്സെട്ര. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 term is 550. What is the third term of the sequence? What is the 8th term of the sequence? Write the first 3 terms of the sequence. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150ഉം ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550ഉമാണ്.
ശ്രേണിയുടെ മൂന്നാം പദം എന്താണ്, എട്ടാം പദം എന്താണ്, ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150, ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550. അതിൽ നിന്ന് നമ്മൾ മൂന്നാം പദം കാണണം, എട്ടാം പദം കാണണം, ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ കാണണം. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പദങ്ങളുണ്ട്. 10 പദങ്ങളും നമുക്ക് അറിയില്ല. ഇനി ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150. അപ്പോൾ 1, 2, 3, 4, 5 ഇവിടെ വരെ എടുത്താൽ ഈ 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ഈ 5 പദങ്ങളുടെ മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഈ 5 പദങ്ങളിൽ മധ്യപദം മിഡിൽ ടേം എന്ന് പറയുന്നത് മൂന്നാമത്തെ പദമാണ്. അപ്പോൾ ഈ 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ഈ മധ്യപദം മിഡിൽ ടേം ഇൻറ്റു പദങ്ങളുടെ എണ്ണമായ 5, അതായത് മൂന്നാം പദം ഇൻറ്റു 5, അതാണ് നമുക്ക് 150 എന്നുള്ളത് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് മൂന്നാം പദം സമം 150/5, 5 15ൽ 3 പ്രാവശ്യം 0, അപ്പോൾ 30. അപ്പോൾ മൂന്നാമത്തെ പദം നമുക്ക് 30 എന്ന് കിട്ടി. പിന്നെ തന്നിരിക്കുന്നത് ആദ്യത്തെ 10 പദങ്ങളുടെ തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയാണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിലാണ് നമുക്ക് ഒരു മിഡിൽ ടേം മധ്യപദം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ 10 പദങ്ങൾ, 10 എന്നുള്ളത് ഈവൻ നമ്പറാണ്, ഇരട്ടസംഖ്യയാണ്. അപ്പോൾ നമുക്ക് മധ്യത്തിൽ ഒരു പദമായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആകെ 10 പദങ്ങളുടെ നമുക്കറിയാം, പിന്നെ ഈ 5 പദങ്ങളുടെയും അറിയാം. അപ്പോൾ ഈ ആകെയുള്ള 10ൽ നിന്ന് ഈ 5 മൈനസ് ചെയ്താൽ അപ്പോൾ നമുക്ക് ബാക്കി ഈ 5 പദങ്ങളുടെ തുക നോക്കാം. അതായത് ഈ 5 പദങ്ങളുടെ തുക 6ാം സ്ഥാനം മുതൽ 10ാം സ്ഥാനം വരെയുള്ള ഈ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ആകെയുള്ള 10 പദങ്ങളുടെ തുകയിൽ നിന്ന് ഈ 5 പദങ്ങളുടെ തുക കുറയ്ക്കുന്നതാണ്. അപ്പോൾ 6ാം സ്ഥാനം മുതൽ 10ാം സ്ഥാനം വരെയുള്ള പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ആകെയുള്ള 550ൽ നിന്ന് മൈനസ് 150 കുറയ്ക്കുന്നതായിരിക്കും, സമം 400. അതായത് ആകെ 10 പദങ്ങളുടെ തുക നമുക്ക് 550 എന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 പദങ്ങളുടെ തുക കഴിഞ്ഞാൽ ബാക്കി 6 മുതൽ 10 വരെയുള്ള ഈ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ആകെയുള്ള പദങ്ങളുടെ തുകയിൽ നിന്ന് ഈ 5 പദം കുറയ്ക്കുന്നതാണ്. അപ്പോൾ ആകെയുള്ളത് 550 ആണ്. അതിൽ നിന്ന് ഈ 5 പദങ്ങളുടെ തുക കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 400 ആണ്. ഈ 5 പദങ്ങളുടെ തുകയാണ് 400. അപ്പോൾ ഈ 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ഈ 5 പദങ്ങളുടെ മിഡിൽ ടേമായ മധ്യപദമായ 8 ഇൻറ്റു പദങ്ങളുടെ എണ്ണമായ 5. അപ്പോൾ മധ്യപദം ഇൻറ്റു 5 ആണ് 400. അപ്പോൾ മധ്യപദം എന്ന് പറഞ്ഞാൽ 8ാം പദം ഇൻറ്റു 5 സമം 400. ഇതിൻ്റെ മധ്യപദം എന്ന് പറയുന്നത് 8ാമത്തെ പദമാണ്. അപ്പോൾ 8ാമത്തെ പദം ഇൻറ്റു 5, പദങ്ങളുടെ എണ്ണം 5 ആണ്, സമം 400. അതിൽ നിന്ന് 8ാമത്തെ പദം സമം 400/5. ഈ 5 40ൽ 8 0 സമം 80. അപ്പോൾ 8ാം പദം നമുക്ക് 80 എന്ന് കിട്ടി. ഒന്നാമത്തെ ചോദ്യം 3ാം പദം എന്നുള്ളതായിരുന്നു. 3ാം പദമാണ് 30 കിട്ടിയത്. രണ്ടാമത്തെ ചോദ്യം 8ാം പദമാണ്. 8ാം പദമാണ് നമുക്ക് 80 കിട്ടിയത്. ഇനി ആദ്യത്തെ 3 പദങ്ങൾ. ഇനി 3ാം പദവും 8ാം പദവുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3നും 8നും ഇടയ്ക്കുള്ള സ്ഥാനമാറ്റം എന്ന് പറയുന്നത് 8 - 3 സമം 5. 5 പൊതുവ്യത്യാസം 3ൻ്റെ കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 8 കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പൊതുവ്യത്യാസം കാണാം. അപ്പം 3ാം പദം പ്ലസ് 5 പൊതുവ്യത്യാസമാണ് 8ാം പദം. അതായത് 3ാം പദം നമുക്ക് 30 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 5 പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 8ാം പദമായ 80 കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് 5 പൊതുവ്യത്യാസം സമം 80, 30നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -30 സമം 50. അപ്പോൾ D സമം 50/5 സമം 10. പൊതുവ്യത്യാസം നമുക്ക് 10 എന്ന് കിട്ടി. മൂന്നാമത്തെ പദമാണ് 30, പൊതുവ്യത്യാസം 10 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പൊതുവ്യത്യാസം കുറച്ചാൽ രണ്ടാമത്തെ പദം കിട്ടും, ഒരു പൊതുവ്യത്യാസം കൂടിയും കുറച്ചാൽ ഒന്നാമത്തെ പദം കിട്ടും. അപ്പോൾ 30 മൂന്നാമത്തെ, അപ്പോൾ പിന്നീടുള്ള രണ്ടാമത്തെ പദം കിട്ടാൻ ഒരു പൊതുവ്യത്യാസം കുറച്ചാൽ മതി. അപ്പോൾ 20, ഒരു പൊതുവ്യത്യാസം കൂടിയും കുറച്ചാൽ ഒന്നാമത്തെ പദം കിട്ടും. അപ്പോൾ 10, 20, 30 എക്സെട്ര. ഇതാണ് ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ. Fourth question. The sum of the 11th and 21st terms of an arithmetic sequence is 80. What is the 16th term? ഒരു സമാന്തര ശ്രേണിയുടെ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 80 ആയാൽ 16ാം പദം എന്താണ്?
ഒരു ശ്രേണിയുടെ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുകയാണ് 80 എന്നുള്ളത്. അപ്പോൾ ശ്രേണിയുടെ 2 പദങ്ങളുടെ തുക എന്നുള്ളത് അതിൻ്റെ മധ്യപദത്തിൻ്റെ മിഡിൽ ടേമിൻ്റെ ട്വൈസ് 2 മടങ്ങാണെന്നറിയാം. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം മധ്യപദം എങ്ങനെയാണ് നമ്മൾ കാണുക? അത് കാണാനായി ഇവയുടെ ശരാശരി എടുത്താൽ മതി. അതായത് 11ാമത്തെ പദവും 21ാമത്തെ പദവുമാണ്. അത് രണ്ടും കൂടെ കൂട്ടുക 32, അതിൻ്റെ ബൈ 2 അപ്പോൾ 16. അപ്പോൾ 16ാമത്തെ പദമാണ് ഈ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും മിഡിൽ ടേം മധ്യപദം. അപ്പോൾ 80 എന്നുള്ളത് മധ്യപദത്തിൻ്റെ ട്വൈസ് ആണ്. അപ്പോൾ മധ്യപദമായ 16ാം പദം ഇൻറ്റു 2 ആണ് 80. കാരണം ഈ 2 പദങ്ങളുടെയും മധ്യപദം 16ാം പദമാണെന്ന് നമുക്ക് കിട്ടി. ആ മധ്യപദത്തിൻ്റെ മിഡിൽ ടേമിൻ്റെ ട്വൈസ് 2 മടങ്ങാണ് ഈ 2 പദങ്ങളുടെയും തുകയായ 80. അപ്പോൾ 16ാം പദം ഇൻറ്റു 2 സമം 80. അതിൽ നിന്ന് 16ാം പദം സമം 80, 2 ഇങ്ങോട്ട് വരുമ്പോൾ ഹരണം സമം 40. അപ്പോൾ നമുക്ക് 16ാമത്തെ പദം 40 എന്ന് കിട്ടി. ഒരു ആനക്കോട്ടയിലൂടെ നടക്കുകയായിരുന്നു ഒരാൾ. അവിടെ ആനകളെ കൂട്ടിലിടുകയോ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവിടെ നിന്ന് അവ പുറത്തു പോകാതിരിക്കാൻ ഒരു ചെറിയ കയറുകൊണ്ട് ഒരു കാലിൽ ബന്ധിച്ചിരിക്കുകയോ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആനകൾ ചെറിയ കയർ പൊട്ടിക്കാൻ പോലും ശ്രമിക്കാത്തതെന്ന് അയാൾ അത്ഭുതപ്പെട്ടു. അവയ്ക്കതിന് എളുപ്പം കഴിയുമായിരുന്നു, പക്ഷെ അവയൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. ആനകൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം പോലും നടത്താതെ നിൽക്കുന്നതെന്ന് അടുത്തു നിന്ന ഒരു പരിശീലകനോട് അയാൾ ചോദിച്ചു. പരിശീലകൻ മറുപടി പറഞ്ഞു, ആന കുഞ്ഞായിരുന്നത് മുതൽ ഇതേ വലിപ്പത്തിലുള്ള കയറിലാണ് ബന്ധിച്ചിരുന്നത്. ആ പ്രായത്തിൽ അവയെ തളയ്ക്കാൻ ഇത് മതിയായിരുന്നു. അന്ന് അവ ഇത് പൊട്ടിക്കാനായി പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും കഴിയാതെയായപ്പോൾ ആ ശ്രമം അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. വളർന്നപ്പോഴും അവയുടെ വിചാരം കയർ പൊട്ടിക്കാൻ തങ്ങളെ കൊണ്ട് ആവില്ലെന്നാണ്. അതുകൊണ്ട് പൊട്ടിക്കാനുള്ള ശ്രമം പോലും അവ നടത്തുന്നില്ല. തന്നെ കൊണ്ട് സാധിക്കില്ലെന്ന വിശ്വാസം കുറേ കാലമായി മനസ്സിലുറച്ചതുകൊണ്ട് മാത്രമാണ് കയർ പൊട്ടിച്ച് ആന രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത്. നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്ന വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവയ്ക്ക് യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ കഴിവുകളെ ചെറുതാക്കി കാണിക്കുന്ന, പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ മാറ്റിയില്ലെങ്കിൽ നമ്മൾ സ്വയം അടിച്ചേൽപ്പിച്ച ആ പരിമിതികളുടെ ബന്ധനം പൊട്ടിച്ച് പുറത്തു കടക്കാൻ നമുക്കാകാതെ പോകും. എഴുത്തുകാരനായ മരിയൻ വില്യംസൺ പറഞ്ഞിട്ടുണ്ട്, ചിന്തകളല്ലാതെ മറ്റൊന്നും നിങ്ങളെ ബന്ധനസ്ഥരാക്കുന്നില്ല. ഭയമല്ലാതെ മറ്റൊന്നും നിങ്ങളെ പരിമിതപ്പെടുത്തുന്നില്ല. വിശ്വാസമല്ലാതെ മറ്റൊന്നും നിങ്ങളെ നിയന്ത്രിക്കുന്നില്ല. ആനയുടെയും കയറിൻ്റെയും കഥയിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ് വിശ്വാസവും യാഥാർത്ഥ്യവും രണ്ടും വ്യത്യസ്തങ്ങളായ 2 കാര്യങ്ങളാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മെ പിന്നോട്ട് വലിക്കുന്ന, പരിമിതികൾ സൃഷ്ടിക്കുന്ന, നമ്മുടെ കഴിവുകളെ ചെറുതാക്കി കാണിക്കുന്ന വിശ്വാസങ്ങളെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് കഴിയും, അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ മനസ്സ് അതിനെ ശക്തിപ്പെടുത്തും, യാഥാർത്ഥ്യമാക്കും. ബി പോസിറ്റീവ്. 5th question. The angles of a pentagon are in an arithmetic sequence. If the angles are written according to their magnitude, what would be the third angle? If the smallest angle is 40 degree, what are the other angles? Can the smallest angle be 36 degree? ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. കോണുകൾ വലുപ്പക്രമത്തിൽ എഴുതിയാൽ 3ാമത്തെ കോൺ എന്തായിരിക്കും? ഏറ്റവും ചെറിയ കോണളവ് 40 ഡിഗ്രി ആയാൽ മറ്റു കോണുകൾ എന്തൊക്കെയാകും? ഏറ്റവും ചെറിയ കോൺ 36 ഡിഗ്രി ആകുമോ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒരു പഞ്ചഭുജം, ഒരു പെൻറ്റഗൺ. ഇതുവരെ നമുക്ക് അവയുടെ തുക സമ്മൊക്കെ തന്നിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ സമ്മ് തന്നിട്ടില്ല. അതിന് പകരമായിട്ടാണ് അത് പഞ്ചഭുജാണെന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വേണം നമ്മളത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഈ പഞ്ചഭുജത്തിന് 5 ആംഗിൾസ് ആണുള്ളത്. ഈ 5 ആംഗിൾസിൻ്റെ സമ്മ്, കോണുകളുടെ തുക നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനൊരു ഫോർമുലയുണ്ട്. n-2 ഇൻറ്റു 180 ആണത്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ്, അതിൻ്റെ വശങ്ങളുടെ എണ്ണം. അപ്പോൾ പഞ്ചഭുജ ആയതുകൊണ്ട് 5 വശങ്ങളാണുള്ളത്. അപ്പോൾ 5 - 2 ഇൻറ്റു 180. 5 - 2 എന്ന് പറയുന്നത് 3 ഇൻറ്റു 180. നമുക്ക് കണ്ടുപിടിക്കാം. സമം 540. ഈ പെൻറ്റഗണിൻ്റെ, പഞ്ചഭുജത്തിൻ്റെ ആകെ കോണളവുകളുടെ തുക 540 ആണ്. ഇനി 1, 2, 3, 4, 5 ഈ 5 കോണളവുകളുടെ തുകയാണ് 540. ഇത് പഞ്ചഭുജത്തിൻ്റെ ആംഗിൾസ് ആണ്, കോണുകളാണ് നമ്മൾ സമാന്തര ശ്രേണിയിൽ എഴുതിയിരിക്കുന്നത്. ഈ കോണുകളുടെ ആകെ തുക 540 ആണ്. അത് നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചാണ് കണ്ടുപിടിച്ചത്. 540.
അപ്പോൾ നമുക്കിതിൻ്റെ മിഡിൽ ടേം കാണാം. മിഡിൽ ടേം എന്ന് പറയുന്നത് മൂന്നാമത്തെ പദമാണ്. മൂന്നാമത്തെ പദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം 5 ആയതുകൊണ്ട് ഇൻറ്റു 5 ആണ് 540. അതിൽ നിന്ന് മൂന്നാം പദം സമം 540 ബൈ 5 സമം 540 ബൈ 5. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഈ 5 ഒരു പ്രാവശ്യം, പിന്നെ 4 നമ്മൾ എടുക്കുന്നത്. 4 5 പോവില്ല, അപ്പോൾ ഒരു 0 ഇടണം. പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് എടുത്ത് പറയുന്നത്. 4 5 ഹരിച്ചു പോവില്ല, അപ്പോൾ നമ്മൾ 0 ഇട്ടു. ഇനി നമുക്ക് 40 എടുക്കാം. 40 5 8 പ്രാവശ്യം സമം 108. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പദം, ഈ പദം നമുക്ക് 108 എന്ന് കിട്ടി. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു മൂന്നാം പദം എത്ര. അപ്പോൾ മൂന്നാം പദം സമം 108. ഇനി ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ കോൺ 40 ഡിഗ്രി ആണെങ്കിൽ മറ്റു കോണുകൾ എത്ര. അപ്പോൾ 1 2 3 4 5. അപ്പോൾ മധ്യത്തിലുള്ള പദം മിഡിൽ ടേം നമുക്ക് 108 എന്ന് കിട്ടി. ഇനി പറയുന്നത് ഈ ഏറ്റവും ചെറിയ കോൺ. അപ്പോൾ നമ്മളിവിടെ അസെൻഡിങ് ഓർഡറിൽ ആരോഹണ ക്രമത്തിലാണ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇതാണ് ഏറ്റവും ചെറിയ കോൺ. ഈ ചെറിയ കോൺ 40 ആണെങ്കിൽ മറ്റുള്ള കോണുകൾ കണ്ടുപിടിക്കുക. പഞ്ചഭുജത്തിൻ്റെ പെൻറ്റഗണിൻ്റെ ആംഗിൾസ് ആണെങ്കിലും സമാന്തര ശ്രേണിയിൽ നമുക്കിതിനെ പദങ്ങളെന്ന് പറയാം. ആദ്യത്തെ പദം 40ഉം മൂന്നാമത്തെ പദം 108ഉം ആണെങ്കിൽ ഈ രണ്ടാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 40 ഒന്നാം പദവും 108 മൂന്നാം പദവും ആയതുകൊണ്ട് 40ൽ നിന്ന് 108ലേക്ക് 2 പൊതുവ്യത്യാസമാണ്. 1 2 പൊതുവ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാം സ്ഥാനവും മൂന്നാം സ്ഥാനവുമാണ്. സ്ഥാനമാറ്റം എന്ന് പറയുന്നത് 3 - 1 സമം 2 സ്ഥാനമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് 2 പൊതുവ്യത്യാസം. അപ്പോൾ 2 പൊതുവ്യത്യാസമാണ് 108 മൈനസ് 40. അതായത് 108 - 40 എന്ന് പറഞ്ഞാൽ സമം 68. അപ്പോൾ ഡി സമം 68 ബൈ 2 സമം 34. അപ്പോൾ ഡി 34 ആണ്. അപ്പം ഇനി നമുക്ക് അടുത്ത പദം കണ്ടുപിടിക്കാം. രണ്ടാമത്തെ പദം ഈ 40ൻ്റെ കൂടെ ഒരു പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. 40 പ്ലസ് 34 4 7 74. പിന്നത്തെ 108 തന്നെ നമ്മളത് മുമ്പ് കണ്ടുപിടിച്ചതാണ്. ഇനി 108ൻ്റെ കൂടെ വീണ്ടും 34 കൂട്ടുമ്പോൾ 8 4 12 4 ഇത് 142. അതിൻ്റെ കൂടെ വീണ്ടും 34 കൂട്ടുമ്പോൾ 4 2 6 4 3 7 176. അപ്പോൾ 40 74 108 142 176. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഈ ചെറിയ കോൺ 36 ആകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറിയ കോൺ 40 ആയിട്ടുള്ള ശ്രേണിയാണ് നമ്മൾ നേരത്തെ കണ്ടെത്തിയത്. ഇനി 40ന് പകരം 36 ആണെങ്കിൽ ശ്രേണി എങ്ങനെയാവുമെന്ന് നോക്കാം. അപ്പോൾ ഇത് 36 ആണെങ്കിൽ 108 മധ്യപദം അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇനി മറ്റു പദങ്ങൾ നോക്കാം. അപ്പോൾ ഇത് ഒന്നാമത്തെ പദത്തിൽ നിന്ന് ഇത് മൂന്നാമത്തെ പദമാണ്. അപ്പോൾ 1ൽ നിന്ന് 3ലേക്ക് മാറ്റമാവുമ്പോൾ അവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 3 - 1 സമം 2 പൊതുവ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. അപ്പം 36ൽ നിന്ന് 2 പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 108 കിട്ടുന്നത്. അപ്പോൾ 36 പ്ലസ് 2 പൊതുവ്യത്യാസമാണ് 108. അതിൽ നിന്ന് 2 പൊതുവ്യത്യാസം എന്നുള്ളത് 108 മൈനസ് 36 അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -36 സമം 108 മൈനസ് 36 2 7 സമം 72. 2 ഡി ആണ് 72. അപ്പോൾ ഡി സമം 72 ബൈ 2 സമം 36. അപ്പോൾ പൊതുവ്യത്യാസം നമുക്ക് 36 എന്ന് കിട്ടി. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ ശ്രേണി ഒന്ന് കണ്ടെത്താം. ആദ്യ പദം 36 ആണ്. രണ്ടാം പദം 36ൻ്റെ കൂടെ ഈ ഒരു പൊതുവ്യത്യാസം 36 സമം 72. അപ്പോൾ ഇത് 72 ആണ്. ഇനി മൂന്നാം പദം നമുക്കറിയാം. ഇനി നാലാം പദം 108ൻ്റെ കൂടെ 108 പ്ലസ് പൊതുവ്യത്യാസം 36 ആണ്. 8 6 14 4 1 144. ഇനി അഞ്ചാം പദം അതിൻ്റെ കൂടെ വീണ്ടും ഒരു 36 കൂട്ടുമ്പോൾ 6 4 10 4 3 7 1 8 180. അപ്പോൾ പഞ്ചഭുജത്തിൻ്റെ കോണുകൾ സമാന്തര ശ്രേണിയിൽ എഴുതിയപ്പോൾ ഏറ്റവും ചെറിയ കോൺ 36 എടുത്തപ്പോൾ ഏറ്റവും വലിയ കോൺ 180 ആണ് കിട്ടിയിരിക്കുന്നത്. 180 എന്ന് പറഞ്ഞാൽ ഒരു ലൈനാണ്, ഒരു വരയാണ്. ഇതിലെ ആംഗിളാണ് 180 എന്നുള്ളത്. ഒരു പഞ്ചഭുജം ആണെങ്കിൽ, പെൻറ്റഗൺ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈനായിട്ട് പോയാൽ നമുക്കൊരു ബഹുഭുജം വരയ്ക്കാൻ പറ്റില്ല. ഒരു വശം ഇതിൻ്റെ ആംഗിൾ 180 ആവുകയാണെങ്കിൽ അത് പെൻറ്റഗൺ ആവില്ല, പഞ്ചഭുജം ആവില്ല. ഈ ഒരു ആംഗിള് 180 ആണെങ്കിൽ അതൊരു ലൈനായിട്ടാണ് പോവുക.
അത് പെൻറ്റഗൺ ആവണമെങ്കിൽ, പോളിഗൺ ആവണമെങ്കിൽ, പഞ്ചഭുജം ആവണമെങ്കിൽ ഇവിടെ 180 ആണെങ്കിൽ പറ്റില്ല. കാരണം 180 ഒരു ലൈനിലെ ഒരു ആംഗിളാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏറ്റവും ചെറിയ ആംഗിൾ 36 എന്നുള്ളത് സാധ്യമാവില്ല. കാരണം ചെറിയ ആംഗിൾ 36 ആണെങ്കിൽ ഏറ്റവും വലിയ ആംഗിൾ 180 ആവും, 180 ഡിഗ്രി ആവും. 180 ഡിഗ്രിയിൽ നമ്മൾ വരയ്ക്കാന്ന് പറഞ്ഞാൽ അതൊരു ലൈനായിട്ട് മാറും. അവിടെ പോളിഗൺ, പെൻറ്റഗൺ, പഞ്ചഭുജം സാധ്യമല്ല. അപ്പം 36 ഡിഗ്രി ഈ സമാന്തര ശ്രേണിയിൽ ആ ചെറിയ കോണായിട്ട് വരുന്നത് സാധ്യമല്ല. കുട്ടികളെ, കഴിഞ്ഞ ക്വിസിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. 7th ക്വസ്റ്റ്യനും കൂടെ കൊടുക്കുന്നുണ്ട്. ചതുഷ്ക്രിയകൾ ഈസി ആവാനും നമ്മുടെ ബ്രെയിനിന് ഒരു ആക്ടിവിറ്റിക്കും കൂടി ആയിട്ടാണ് തരുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക. യു ആർ ദ ബെസ്റ്റ്. താങ്ക്